ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആൽഗൽ ഗ്രൂപ്പ് കാരയാണ്. കാര ബിലോങ്സ് ടു ദ ക്ലാസ് ക്ലോറോഫൈസേ. ക്ലോറോഫൈസയിൽ ഉൾപ്പെടുന്ന ഒരു ഫ്രഷ് വാട്ടർ ആൽഗയാണ് കാര എന്ന് പറയുന്നത്. ഇവരെ സാധാരണയായിട്ട് ഫ്രഷ് വാട്ടർ പോൺസിലും റിവേഴ്സിലും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ഫ്രഷ് വാട്ടർ ബോഡീസിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ വല്ല പാറകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തടികളിലോ ഒക്കെ പറ്റിപ്പിടിച്ചിട്ടാണ് ഇവർ വളരുന്നത്. ഇവരെ സാധാരണയായിട്ട് സ്റ്റോൺ വേർട്ടുകളെന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ താലസിൽ നമുക്ക് കാൽസ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ സ്റ്റോൺ വേർട്ട് എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാരയുടെ വെജിറ്റേറ്റീവ് താലസിനെ പറ്റിയാണ്. ഇവരുടെ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവരുടെ വെജിറ്റേറ്റീവ് ബോഡിയിൽ അല്ലെങ്കിൽ താലസിൽ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒന്ന് അണ്ടർഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന ഒരു റൂട്ട് പോലെയുള്ള ഒരു പാർട്ട് ഉണ്ടായിരിക്കും. ഇതിനെ പറയുന്നത് റൈസോയിഡ്സ് എന്നാണ്. രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഒരു മെയിൻ ആക്സിസ് ആണ്. അപ്പോൾ ഇതിൽ ഇവരുടെ പ്ലാന്റ് ബോഡിയിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണുള്ളത്, റൈസോയിഡ്സും അതുപോലെ തന്നെ മെയിൻ ആക്സിസും. ഇവരുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഇറക്റ്റാണ്, മൾട്ടി സെല്ലുലാറാണ്, ബ്രാഞ്ച്ഡ് ആണ്, അതുപോലെ തന്നെ മാക്രോസ്കോപ്പിക്കും ആണ്. ഇവരുടെ റൈസോയിഡ്സ് എന്ന് പറയുന്നത് റൂട്ടിലേക്കാണ്. ഈ റൂട്ടിലേക്ക് റൈസോയിഡ്സ് പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കാനായിട്ട് ഈ ആൽഗകളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ മെയിൻ ആക്സിസിനെ പറ്റിയാണ്. ഇവരുടെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് ബ്രാഞ്ച്ഡ് ആണ്. ഈ മെയിൻ ആക്സിസിൽ മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മെയിൻ ബ്രാഞ്ചസിൽ നിന്ന് വരുന്ന ചില ഷോർട്ട് ബ്രാഞ്ചസും ഉണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് മെയിൻ ആക്സിസ് കൺസിസ്റ്റ് ഓഫ് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ്. നോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ആക്സിസിൽ ചെറിയ ഷോർട്ട് ബ്രാഞ്ചസ് വരുന്നതായിട്ട് കാണാം. ഈ ഷോർട്ട് ബ്രാഞ്ചസ് വരുന്ന ഇതിൻ്റെ പോയിൻറ്റുകളെയാണ് അല്ലെങ്കിൽ ഈ ഒരു സ്പേസിനെയാണ് പറയുന്നത് നോഡ്സ്. അപ്പോൾ ഇതാണ് നോഡുകൾ. ഇതാണ് നോഡുകളെന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ട് നോഡുകളുടെ ഇടയിലുള്ള ഭാഗമാണ് ഇൻ്റർനോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും മെയിൻ ആക്സിസ് കൺസിസ്റ്റ് ഓഫ് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ്. അതുപോലെ തന്നെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന് മെയിൻ ആക്സിസ് വിത്ത് ലിമിറ്റഡ് ഗ്രോത്ത് ആൻഡ് മെയിൻ ആക്സിസ് വിത്ത് അൺലിമിറ്റഡ് ഗ്രോത്ത്. അതായത് ഇതിലുള്ള ബ്രാഞ്ചസ് ശ്രദ്ധിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ചില ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡായിട്ട് വളരുന്നതാണ്. ഈ ഒരു ബ്രാഞ്ചസ് അൺലിമിറ്റഡായിട്ട് വളർന്നു പോവും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു ബ്രാഞ്ചസ് എന്ന് പറയുന്നതും അൺലിമിറ്റഡായിട്ട് വളരുന്നതാണ്. ഈ ഒരു ബ്രാഞ്ചസ്, മൂന്നാമത് ഇവിടെ ഒരു ബ്രാഞ്ചസ് ഉണ്ട്. ഈ ഒരു ബ്രാഞ്ചസ് അൺലിമിറ്റഡായിട്ട് വളരുന്നതാണ്. ഇങ്ങനെയുള്ള അൺലിമിറ്റഡായിട്ട് വളരുന്ന ബ്രാഞ്ചസുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചസിലും ഉള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്, ഷോർട്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഇവർ ലിമിറ്റഡായിട്ട് മാത്രം വളരുന്നതാണ്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് താലസ് എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക്കാണ്, മൾട്ടി സെല്ലുലാറാണ്, അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആണ്. ഈ താലസിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു മെയിൻ ആക്സിസും ഉണ്ട്, അതുപോലെ തന്നെ റൈസോയിഡ്സും ഉണ്ട്. റൈസോയിഡ്സ് സബ്സ്ട്രേറ്റത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്നു. മെയിൻ ആക്സിസിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷൂട്ട്സ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത്, ഷൂട്ട്സ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത്. അങ്ങനെ രണ്ട് ടൈപ്പ് ഷൂട്ടുകൾ നമുക്ക് ഈ ഒരു മെയിൻ ആക്സിസിൽ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് ടൈപ്പ് ഷൂട്ടുകളുടെയും പ്രത്യേകതയാണ്. ആദ്യം നമ്മൾ പറയുന്നത് ഷോർട്ട് ബ്രാഞ്ചുകളെ പറ്റിയാണ്. ഈ ഷോർട്ട് ബ്രാഞ്ചുകളെ നമ്മൾ പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് എന്നാണ്. ഇവരെ നമ്മൾ പ്രൈമറി ലാറ്ററൽസ് എന്നാണ് വിളിക്കുന്നത്. ഇവരെ ലീവ്സായിട്ടും ചിലപ്പം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ലീവ്സ് പോലെ വളരെ ഷോർട്ടായിട്ടുള്ളവരാണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഓരോ നോഡിനെയും ചുറ്റി ഒരു ഗ്രൂപ്പായിട്ടാണ് നമുക്കിവരെ കാണാൻ പറ്റുന്നത്. ഈ ഷോർട്ട് ബ്രാഞ്ചസുകൾ ഓരോ നോഡിലും ചുറ്റി അവരൊരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദേ അറൈസ് ഇൻ വേൾഡ് ഫ്രം ഈച്ച് നോഡ്സ്. ദേ മേ ഡെവലപ്പ് യൂണിസെല്ലുലാർ സെക്കൻഡറി ബ്രാഞ്ചസ്. അപ്പോൾ ഇതിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അതിലും അടുത്ത ഒരു ചെറിയ ഷോർട്ട് ബ്രാഞ്ചസുകളെ കാണാൻ പറ്റും. അവരെ പറയും സെക്കൻഡറി ലാറ്ററൽസ്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഷൂട്ട് ഓഫ് ലിമിറ്റഡ് ഗ്രോത്തിനെ പറ്റിയാണ്. ഇവരെ ലീഫായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവർ ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. നോഡിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും സെക്കൻഡറി ലാറ്ററൽസ് സംടൈംസ് എറൈസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് മെയിൻ ബ്രാഞ്ചിനെ പറ്റിയാണ്. ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത്.
ദേ ഗ്രോ കണ്ടിന്യൂസ്ലി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോട്ട്സ് ആൻഡ് ഇൻ്റർനോട്ട്സ് ആൻഡ് പ്രൈമറി ലാറ്ററൽസ്. ഇങ്ങനെ മെയിനായിട്ട് വളർന്നു പോകുന്ന മെയിൻ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഷൂട്ട് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വളർന്നു വരുന്നവരാണ്. ഇതിലാണ് നമ്മൾ നോട്ട്സും ഇൻ്റർനോട്ട്സും അതുപോലെ തന്നെ ആ ഒരു ഷോർട്ട് ബ്രാഞ്ചസിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ താലസിൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്.